സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുശാവറയിലേക്ക് പുതിയതായി 6 പണ്ഡിതന്മാർ കൂടെ കടന്നു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ മുകളിലാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ സൂക്ഷ്മതയും അതിൻ്റെ നിലപാടുകളും അതിൻ്റെ പ്രയാണങ്ങളും അതിൻ്റെ തീരുമാനങ്ങളും എന്നുമൊക്കെ നമ്മളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഈ 6 പണ്ഡിതന്മാരെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോഴാണ് വിജ്ഞാനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. ശരിക്ക് സമസ്ത കേരള ജമിയത്തുലമൻ്റെ കേന്ദ്ര മുശാവറയിലേക്ക് ഇവർ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആലിമീങ്ങളൊക്കെ പൊതുജനങ്ങൾ ഇത്രയും അഗാധമായ ജ്ഞാനികൾ ഇനിയും സമസ്തക്കുള്ളിലുണ്ട് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ അറിയുന്നത് ഇപ്പോഴായിരിക്കും. അത്രത്തോളം വലിയ പണ്ഡിതന്മാരെയാണ് സമസ്ത കേരള ജമിയത്തുലമ പുതുതായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പല്ല, ആരുടെയെങ്കിലും സ്വാധീനം കൊണ്ടോ മറ്റോ ഒന്നും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുശാവറയിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഓരോ പണ്ഡിതന്മാരെയും കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അത്രത്തോളം ആഴത്തിലുള്ള അറിവിൻ്റെയും സൂക്ഷ്മതയുടെയും ഉടമകളാണിവർ. മാത്രമല്ല, സമസ്ത പ്രാധാന്യം നൽകിയിരിക്കുന്നത് മറ്റെന്തിനേക്കാളും ഉപരി അറിവിനും തഖ്വക്കുമാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 6 മുശാവറ മെമ്പർമാരിലൂടെ നമ്മൾ കാണുന്നത്. ഓരോരുത്തരെയായി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇതിൽ ഒന്നാമതായി നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഷീർ ഫൈസി ഉസ്താദ് അവറുകളാണ്, ചീക്കോന്ന്. ബഹുമാനപ്പെട്ടവർ കടമേരി റഹ്മാനിയയിലെ സീനിയർ മുദരിസാണ്. അതോടൊപ്പം തന്നെ നാദാപുരം ജാമിയ ഹാഷിമിയയിലെ പ്രിൻസിപ്പളുമാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു പ്രമുഖ അറബി കവി കൂടിയാണ്. അറബി ഭാഷയിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരു അറബി കവി കൂടിയാണ് ബഹുമാനപ്പെട്ടവർ. ഹാഷിമിയ കോളേജിലേക്ക് അദ്ദേഹം പ്രിൻസിപ്പളായി വരുന്നത് ബഹുമാനപ്പെട്ട ചേലക്കാട് ഉസ്താദിൻ്റെ വിയോഗത്തെ തുടർന്നുള്ള ഒഴിവിലേക്കാണ്. അതായത് ചേലക്കാട് ഉസ്താദിൻ്റെ പകരക്കാരനായിട്ടാണ് ജാമിയ ഹാഷിമിയയിലേക്ക് ബഹുമാനപ്പെട്ടവർ വരുന്നത്. അദ്ദേഹത്തിൻ്റെ നാട് നരിപ്പറ്റയാണ്. വളരെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദ്. അൽ ജവാഹിറുൽ ജലിയ, ഖുദ്സിൻ്റെ കഥ, ഒരു തുള്ളി വെളിച്ചം, കരൾ തുടിപ്പുകൾ തുടങ്ങി അറബിയിലും മലയാളത്തിലുമായി 10ലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മർഹൂം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, KK അബൂബക്കർ ഹസ്രത്ത്, അരീക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരുടെ കീഴിലാണ് അദ്ദേഹം പഠനം നടത്തിയത്. 1987 പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് ഫൈസി ബിരുദം കരസ്ഥമാക്കിയത്. അടുത്തത് അതിനേക്കാൾ വലിയ ബഹറാണ്. ഇൽമിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഗോപുരമാണ് ബഹുമാനപ്പെട്ട TK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഇപ്പോൾ സമസ്തയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പണ്ഡിതൻ. ഇദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? സമസ്തയുടെ മുൻകഴിഞ്ഞു പോയ ഒരു പണ്ഡിതനെ, അദ്ദേഹത്തിൻ്റെ മുഖച്ഛായ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതെ, TK ബാവ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് TK അബൂബക്കർ മുസ്ലിയാർ. കുടുംബപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര മുഴുവൻ പണ്ഡിതന്മാരായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് പരിശുദ്ധമായ ദീനുമായി കടന്നു വന്ന മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വന്ന അലി ഹസൻ എന്ന മഹാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ. നോക്കൂ, നിങ്ങൾ നേരിട്ട് സ്വഹാബത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര എത്തുന്നത്. നമ്മളെത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹമാണ് ഇപ്പോൾ മുശാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതൃ പരമ്പരയിലുള്ള മറ്റൊരാൾ മഹാനായ ഉമർ ഖാദിയും ഒന്നിച്ച് പഠിച്ചവരാണ്. ഇങ്ങനെ പണ്ഡിത കുടുംബത്തിൽ ജനിച്ച മഹാനാണ് TK അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം രാമനാട്ടുകര മാഹിലിയ എന്ന് പറയുന്ന കോളേജിൽ
തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും സംഭാവന ചെയ്തത് ആ കോളേജിലാണ്. 3 പതിറ്റാണ്ട് കാലമായി അവിടെ അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1971-72 കാലഘട്ടത്തിൽ ബാക്കിയാത്തിലെത്തുകയും അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം ബാക്കിയാത്തിൽ നിന്ന് വന്നതിന് ശേഷവും ദർസി രംഗത്തേക്കാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ പേരിനോട് കൂടെ ഒരു ബാക്കവി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. പഴയകാലത്തെ ആലിമ്യങ്ങൾ അങ്ങനെയായിരുന്നു. ബിരുദമൊന്നും അവർ പേരിനോട് കൂടെ ചേർത്തിരുന്നില്ല. എങ്കിലും അദ്ദേഹം ഒരു ബാക്കവിയാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം മറ്റു പല സ്ഥലങ്ങളിലും ദർസ് നടത്തി. അതിനുശേഷമാണ് ജാമിയ മാഹിരിയയിലെത്തുന്നത്. ഇപ്പോൾ നീണ്ട 3 പതിറ്റാണ്ട് കാലം അവിടെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രഭ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇനി നമ്മൾ പറയുന്നത് സയ്യിദാലി ഉസ്താദിനെ കുറിച്ചാണ്. മാമ്പുഴക്കാരുടെ വല്യുസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദാലി ഉസ്താദിനെ കുറിച്ച് അറിയുമ്പോൾ അതിനേക്കാൾ അത്ഭുതമാണ്. കാരണം അദ്ദേഹം ഒരു കാലത്ത് മതപ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു. മണിക്കൂറുകൾ 5-6 മണിക്കൂറുകൾ നിന്ന് വാഴ്ന്നു പറയുന്ന പഴയകാലത്തെ വായിലായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദാലി ഉസ്താദ്. മാത്രമല്ല അദ്ദേഹം 1964 ബാക്കിയാത്തിലെത്തുകയും അവിടെ നിന്ന് 66 മൗലവി ഫാദിൽ ബാക്കവി ബിരുദം നേടി പുറത്തിറങ്ങുകയും ചെയ്തതാണ്. എല്ലാത്തിനുമുപരി KT മാനുമുസ്ലിയാരുടെ ദർസിൽ 8 വർഷം പഠിച്ച, പൂർണ്ണമായും KT മാനുമുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ച ശിഷ്യനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. മാത്രമല്ല KT മാനുമുസ്ലിയാരുടെ ദർസിൽ നിന്ന് ആദ്യമായി കോളേജിലേക്ക് പോയ, ആദ്യത്തെ ശിഷ്യന്മാരായി കോളേജിലേക്ക് പോയ 2 ആളുകളിൽ ഒരാൾ ബഹുമാനപ്പെട്ട സയ്യിദാലി ഉസ്താദാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ തലക്കിലും ബാക്കവി എന്ന പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സയ്യിദാലി മുസ്ലിയാർ എന്ന പേരിലാണ് അദ്ദേഹവും അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ബാക്കവിയാണ്. ബിരുദം ലഭിച്ച ശേഷം 1966 കാളികാവ് ചാഴിയോട് എന്ന സ്ഥലത്ത് ഒരു നിസ്കാരപ്പള്ളിയിലാണ് അദ്ദേഹം ദർസ് ആരംഭിക്കുന്നത്. ദർസിൻ്റെ വളർച്ചയും വിദ്യാർത്ഥികളുടെ ആധിക്യവും കാരണം പള്ളി വിപുലീകരിക്കുകയും പള്ളിശ്ശേരി മർഹൂം അലി ഹസൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ജുമുഅ ആരംഭിക്കുകയും ചെയ്തു. 7 വർഷമാണ് ചാഴിയോട് ദർസ് നടത്തിയത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം നാടായ പാലക്കൽ വട്ടയിൽ പുതുതായി തുടങ്ങുന്ന ദർസിലേക്ക് തൽക്കാലം മാറിയത്. അങ്ങനെ അവിടെ ദർസ് ആരംഭിക്കുകയും 11 വർഷത്തെ നിരന്തര പ്രവർത്തനങ്ങളിലൂടെ പള്ളിയും മദ്രസയും വികസിപ്പിക്കുകയും കൂടുതൽ വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിന് ജാമിയയിലേക്കും വെല്ലൂരിലേക്കും ദെയ്യൂബന്ദിലേക്കും നന്ദിയിലേക്കും ഒക്കെ ഉസ്താദ് അയച്ചിട്ടുണ്ട്. 2 തവണ ഇദ്ദേഹം ഹജ്ജിന് പോയിട്ടുണ്ട്. അതിൽ മഹാനായ ഷേഖ് സയ്യിദ് അലവി മാലിക്കി മക്കയിൽ നിന്ന് അദ്ദേഹം ബുഖാരി ഓതിക്കൊടുക്കാനുള്ള ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2001 മാതൃകാ മുദരിസിനുള്ള ശിഹാബ് തങ്ങൾ അവാർഡ്, ആ അവാർഡിന് അർഹനായത് ബഹുമാനപ്പെട്ട സയ്യിദാലി ഉസ്താദായിരുന്നു. ഹൈദർലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങിയത്. കിഴക്കൻ ഏറനാടിൻ്റെ വൈജ്ഞാനിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മാമ്പുഴ ഹസനാത്തിൻ്റെ 2 പതിറ്റാണ്ട് കാലം അവിടെ ഒരുപാട് ശിഷ്യന്മാർക്ക് വിജ്ഞാനം നുകർന്നു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദാലി ഉസ്താദ് ഇന്നും ആ ദർസ് ജീവിതം തുടരുകയാണ്. ബഹുമാനപ്പെട്ടവരാണ് സമസ്തയിലേക്ക് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തത് ബഹുമാനപ്പെട്ട അലവി ഫൈസി കുളപ്പറമ്പാണ്. ഒരുപാട് കാലം ദർസ് നടത്തുകയും ഇപ്പോൾ ജാമിയയിലേക്ക് അദ്ദേഹത്തെ മുദരിസായി അടുത്ത കാലത്ത് തിരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ ജാമിയയിലെ മുതിർന്ന വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായി അവർക്ക് വലിയ വലിയ കിതാബുകൾ ഓതിക്കൊടുക്കുകയും ചെയ്യുന്ന പണ്ഡിതനാണ് അലവി ഫൈസി കുളപ്പറമ്പ് എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം പരിശോധിച്ചാൽ കൂടുതൽ
കാലവും അദ്ദേഹം ചെലവഴിച്ചത് സുന്നത്ത് ജമാഅത്തിൻ്റെ സംസ്ഥാപനത്തിനാണ്. സമസ്തയിൽ ബിദഈകളെ എതിർക്കാൻ വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അലവി ഫൈസി കൊളപ്പറമ്പ്. ഏത് വിഷയങ്ങളിലും ബിദഈകളെ ഗണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രേഖകൾ പലപ്പോഴും സമസ്തയുടെ എല്ലാ ഗണ്ണനവേദികളിലും എല്ലാ സംവാദവേദികളിലും പല ഉസ്താദുമാർക്കും ഗുണകരമായിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് കാലം അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. ഒരുപാട് ലേഖനങ്ങൾ, പുസ്തകങ്ങൾ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഏത് പ്രഭാഷണങ്ങളിലും സുന്നത്ത് ജമാഅത്തിനെ ഊന്നി പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കാറുള്ളത്. വലിയ അഭിമാനമാണ് അദ്ദേഹം മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അടുത്തത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫ് ബാക്കവി കണ്ണൂരാണ്. ഒരുപാട് കാലം ദർസ് നടത്തുകയും വലിയ ദർസ് തന്നെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വലിയ തഹക്കീക്കുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫ് ബാക്കവി. അദ്ദേഹത്തിൻ്റെ വിനയവും തഖ്വയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അതുകൊണ്ട് തന്നെയായിരിക്കാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ മുഷാവറയിലേക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നും 60ഓളം വിദ്യാർത്ഥികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ദറസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് കാലം അദ്ദേഹം ദറസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, സമസ്ത സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മാനദണ്ഡം അറിവും തഖ്വയും ആ വിജ്ഞാനം നുകർന്നു കൊടുത്തതിൻ്റെ ആ സേവനവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരിഗണിച്ചിട്ടുള്ളത്. സേവന കാലവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഓരോരോ പണ്ഡിതന്മാരെയും സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് കടഞ്ഞെടുത്ത മുത്താണ് ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ്. ഗഫൂർ അൻവരി മുദൂർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സംവാദവേദികളിലൊക്കെ നിറസാന്നിധ്യമായ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നുമല്ല, വലിയ ദർസ്, കേരളത്തിലെ ഏറ്റവും വലിയ ദർസുകളിൽ ഒന്ന്, 200-ലധികം കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തഹക്കീക്കുള്ള പണ്ഡിതനാണ് കോടങ്ങാടിലെ പ്രിയപ്പെട്ട മുദരിസ് അൻവരി ഉസ്താദ്, ഗഫൂർ അൻവരി മുദൂർ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തഹക്കീക്ക് എന്ന് പറഞ്ഞാൽ മഅഖൂലാത്തുകളിൽ അഗാധമായ കഴിവുള്ള ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള, അദ്ദേഹത്തോളം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗോളശാസ്ത്രവും മന്തിക്കും മആനിയും ഉസൂലുൽ ഫിഖുമൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അത്ര പ്രായം കുറഞ്ഞ പണ്ഡിതന്മാരിന്ന് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയും ആ വിഷയങ്ങളിൽ വളരെ തഹക്കീക്കുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ്. അത് തിരിയും എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കഴിവ് കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഈ കുട്ടികൾക്ക് പുറമെ പണ്ഡിത ദർസും കൂടി അദ്ദേഹം ഒഴിവുള്ള ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല പണ്ഡിതന്മാരും, ആ പ്രദേശത്തുള്ള പല പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ ജമുൽ ജവാമിയൻ്റെ ക്ലാസ്സിൽ, അതായത് ഉസൂലുൽ ഫിഖിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പാണക്കാട്ടെ യുവാക്കളായ പണ്ഡിതന്മാരായ പുതിയ തലമുറയിലെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ദർസിൽ സ്ഥിരമായി സംബന്ധിക്കുന്നുണ്ട് എന്ന് എനിക്കവിടെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഖിബില നിർണയത്തിൽ വളരെയധികം ആഴത്തിലുള്ള അറിവുള്ള പണ്ഡിതൻ കൂടിയാണ് അൻവരി ഉസ്താദ്. പക്ഷേ ഈ അറിവിൻ്റെ മേലാപ്പൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ ഒന്നും കാണാൻ സാധിക്കില്ല. തീരെ തലക്കനമില്ലാത്ത, വളരെയധികം വിനയം കാണിക്കുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ്. അള്ളാഹു ഈ പണ്ഡിതന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ.